നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. ദേവസ്വം മന്ത്രിയുടെ രാജി ഇതാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. സഭാ നടപടികളിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷം നടുത്തളത്തിൽ പ്ലക്കാർഡുകളുമായി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. കേസിൽ പ്രധാന പ്രതികളെല്ലാം ജയിലിന് പുറത്താണെന്നും തന്ത്രിയെ അനാവശ്യമായി ജയിലിൽ അടച്ചുവെന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ കുത്തിയിരുന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. കേസിൽ അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് പറയുകയുണ്ടായി. കെ ബാബു നടത്തിയത് ഹൈക്കോടതിക്കെതിരായ പ്രസ്താവനയാണ് എന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. പ്രതിയാകുന്നവരെ പറ്റി സർക്കാരിന് യാതൊരു അഭിപ്രായവുമില്ല. ഹൈക്കോടതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് സമരം തുടരുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അതേസമയം തന്ത്രിയെ ഒഴിവാക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. സഭയ്ക്ക് പുറത്ത് തന്ത്രിക്ക് 2 വക്കീലന്മാരാണുള്ളത്. എന്നാൽ ഉള്ളിലാകട്ടെ ഒരു വക്കീലേ ഉണ്ടായിരുന്നുള്ളൂ. BJPയുടെ വക്കാലത്ത് കൂടി പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. രാജ്യത്ത് കോൺഗ്രസ് നേതാക്കളെല്ലാം BJPയിലേക്ക് പോകുകയാണ്. പ്രതിപക്ഷ നിരയിൽ എത്ര പേർ കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് പറയാനാകില്ല. ആരൊക്കെ BJPയിലേക്ക് പോകുമെന്ന് പറയാൻ സാധിക്കുമോ? സ്വർണം കട്ടവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നതാണ് UDFന്റെ നിലപാട്. കട്ടവരിൽ ഞങ്ങളുടെ ആൾക്കാരെ ഒഴിവാക്കണമെന്നാണോ UDF പറയുന്നതെന്നും രാജേഷ് ചോദിച്ചു. അതേസമയം ജനങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു മന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം. സഭയുടെ സീറ്റിന് പുറത്തിരിക്കുന്നവർ അടുത്ത നിയമസഭയുടെ പുറത്താകും. ജനം അവരെ പുറത്താക്കും. ശ്രീധരൻപിള്ളയും തന്ത്രിയും UDFും സംസാരിക്കുന്ന ഒരേ കാര്യമാണെന്നും ബാലഗോപാൽ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഭരണപക്ഷം ഉയർത്തി. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ വീണ്ടും പ്രതിഷേധവും പ്രതിപക്ഷ ബഹളവും ഒക്കെയായി അത് തടസ്സപ്പെടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതാണ് ചോദ്യം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൂടിയപ്പോൾ നമ്മൾ കണ്ടതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അടിക്കടി ഉണ്ടായി, തുടരെ ഉണ്ടായി. പ്രതിപക്ഷം വിട്ടുപോകുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള സംഭവം ഇന്നും ആവർത്തിച്ചിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉയർത്തിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. VD സതീശൻ യാത്രയിലായതിനാൽ ഡെപ്യൂട്ടി ലീഡറായി കെ ബാബു ആണ് സംസാരിച്ചു തുടങ്ങിയത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികൾക്ക് കൂട്ടജാമ്യം കിട്ടിയത് ചൂണ്ടിക്കാട്ടിയും തന്ത്രിയുടെ വാദം ഏറ്റുപിടിച്ചുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ആചാര ലംഘനത്തിന് കൂട്ടു നിൽക്കാത്തതിനാലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് പ്രതിപക്ഷം വാദിച്ചു. അവർ ബഹിഷ്കരിക്കുകയും ചെയ്തു. ഈ വാദത്തിന് പിന്നാലെ നിസ്സഹകരണം പ്രഖ്യാപിച്ച പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യം ഉയർത്തുകയായിരുന്നു. എന്തായാലും പ്രതിഷേധം ശക്തമായതോടെയാണ് ഭരണപക്ഷത്ത് നിന്ന് നിയമമന്ത്രി പി രാജീവ് മറുപടിയുമായി എഴുന്നേറ്റത്. പ്രതിപക്ഷ വിമർശനം ഹൈക്കോടതിക്കെതിരെയാണെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. പ്രസംഗിക്കാൻ അവസരം കിട്ടിയെന്ന് കണക്കാക്കിയാൽ മതിയെന്നായിരുന്നു കെ ബാബുവിന് പി രാജീവ് നൽകിയ മറുപടി. SIT അന്വേഷണത്തിൽ സർക്കാർ ഇടപെട്ടിട്ടില്ലെന്നും തന്ത്രി വാദിയെന്നോ പ്രതിയെന്നോ സർക്കാരിനെ ബാധിക്കുന്നതല്ല. സർക്കാരിന് മുന്നിൽ റിപ്പോർട്ട് വരുന്നില്ല. അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിലാണ്. സർക്കാരിന് ഒരു റോളും അന്വേഷണത്തിലില്ല. നവയുഗം BJP യാത്രയ്ക്ക് വഴിയൊരുക്കലാണ്. മതനിരപേക്ഷ കേരളത്തിന് കോൺഗ്രസ് നിലപാട് അത്യന്തം അപകടകരമാണെന്നും പി രാജീവ് പറഞ്ഞു. ഇതോടെയാണ് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചത്. തന്ത്രിക്ക് എന്താണ് പ്രത്യേക അവകാശമെന്നും തന്ത്രിയുടെ വക്കാലത്ത് UDFും BJPയും ഏറ്റെടുക്കുകയാണെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. കോൺഗ്രസിൻ്റെത് രാഷ്ട്രീയ ഉപജാപമെന്നും തന്ത്രിയെ മുൻനിർത്തിയുള്ള തന്ത്രമാണെന്നും എം ബി രാജേഷ് കുറ്റപ്പെടുത്തി. എന്തായാലും 18 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് നിയമസഭ വീണ്ടും ചേർന്നത്. കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ സമ്മേളനം പ്രക്ഷുബ്ധമായേക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു. പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. നേറ്റിവിറ്റി കാർഡ് സംബന്ധിച്ച ബില്ല് ഉൾപ്പെടെ ഈ സഭാ സമ്മേളനത്തിൽ പരിഗണനയ്ക്ക് വരും. നടപടികൾ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കഴിഞ്ഞ ജനുവരി 20 തുടങ്ങിയ സമ്മേളനം മാർച്ച് 26 വരെയാണുള്ളത്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി നടപടികൾ അലങ്കോലപ്പെടുത്തുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ ചർച്ച തടസ്സപ്പെടുത്തുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. സമാന നടപടികൾ കൈക്കൊള്ളാനാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്. ഇനിയും ആരോഗ്യ വകുപ്പിനും ആരോഗ്യമന്ത്രിക്കുമെതിരായ പ്രതിഷേധങ്ങൾ അകത്തേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല സംസ്ഥാനത്തെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായുള്ള ആധികാരിക രേഖയായി ഉപയോഗിക്കാവുന്ന നേറ്റിവിറ്റി കാർഡ് സംബന്ധിച്ച ബില്ല് സമ്മേളനത്തിൽ പരിഗണനയ്ക്ക് എത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.